ഇനിയിപ്പോൾ പരമ്പര കിട്ടിയൊരു സാഹചര്യമാണ്. ഓപ്പണറെ ചേഞ്ച് ആക്കുമോ? അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഓപ്പണർ ചേഞ്ച് ആക്കണമെങ്കിൽ അഭിഷേകിന് ഒന്ന് വിശ്രമം കൊടുത്താൽ മതിയായിരുന്നു. നമ്മളിപ്പോൾ ഈ സഞ്ജുവിനൊക്കെ പറയുമ്പോഴേ, സഞ്ജു ഇപ്പോൾ ഈ ഫോം ഔട്ട് ആകുമ്പോൾ ഇതിൽ കൂടുതൽ പേടിക്കുന്ന മറ്റൊരു ടീമുണ്ട്, ചെന്നൈ സൂപ്പർ കിങ്സ്. അതെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 22 IPL പുതിയ സീസൺ തുടങ്ങുകയാണ് ലോകകപ്പിന് ശേഷം. അപ്പോൾ ഈ സഞ്ജു ഇങ്ങനെ ഫോം ഔട്ട് ആകുന്ന വലിയ പ്രതീക്ഷയോടെയാണ് ചെന്നൈ ഈ സഞ്ജുവിനെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനം കാണുമ്പോൾ ചിലപ്പോൾ അവരുടെ നെഞ്ചിരിപ്പം ഏറുന്നുണ്ടാവുന്നില്ലാണ്. കാരണം ഒരു കാര്യം കൂടിയുണ്ട്, ഇന്നിപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രകടനം അതുപോലെ തന്നെ. ന്യൂസിലാൻഡ് ഇന്ന് ഒരു മികച്ച പ്രകടനത്തിലേക്ക് പോയില്ല എന്നുള്ളത്. ഗ്ലെൻ ഫിലിപ്സും ചാപ്മാനും ചേർന്നുള്ളൊരു കൂട്ടുകെട്ട് മാത്രമാണ് ഒരു അൽക്കമെങ്കിലും ഒരു ഇതുണ്ടായി. മറ്റേ 9 വിക്കറ്റുകളുടെ നഷ്ടമായി എന്നുള്ളതാണ്. കഴിഞ്ഞ കളിയിലൊക്കെ അവർ ശരാശരി എല്ലാവരും ഓരോ ചെറിയൊരു ശരാശരി പ്രകടനം നടത്തിയാലും ഇന്ന് ആ രീതിയിലേക്ക് അവർക്കും പോകാൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ബൗളർമാരെ കൃത്യമായിട്ട് അവരെ വരിഞ്ഞു മുറുക്കി അവരുടെ ഒതുക്കി കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ നല്ല രസമുള്ള മൊമെന്റുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ന്യൂസിലൻഡ് ഫീൽഡർമാർ വന്നിട്ട് അഭിഷേകിന്റെ ബാറ്റ് എടുത്ത് ഇങ്ങനെ പരിശോധിക്കുന്ന ഒരു മൊമെന്റ് കണ്ടിരുന്നു. അത് പണ്ട് നമ്മൾ നാട്ടിലേക്ക് കഥ ഉണ്ടായിരുന്നില്ല, എല്ലാ നാട്ടിലുള്ള കഥയായിരിക്കും. ജയസൂര്യയുടെ ബാറ്റിൽ സ്പ്രിങ് വെച്ചിട്ടുണ്ടല്ലേ, അത് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ബാറ്റ് പരിശോധിക്കുക അഭിഷേകിന്റെ. അത് ന്യൂസിലൻഡിന്റെ പ്ലേയേഴ്സ് വന്നിട്ട് അത് ഭയങ്കര കൗതുകമുള്ള മൊമെന്റുകളാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ പോസ്റ്റ് മാച്ചിൽ അഭിഷേക് പറയുന്നുണ്ട്, അപ്പോൾ യുവരാജിന്റെ റെക്കോർഡിനടുത്ത് യുവരാജാണല്ലോ അദ്ദേഹത്തെ അഭിഷേകിന്റെ ആശാനാണല്ലോ യുവരാജ്. 12 ബോളാണ് നമുക്കറിയാം. ഇംഗ്ലണ്ടിനെതിരായ ബ്രോഡിനെതിരായ 6 സിക്സറുകൾ ഉൾപ്പെടെയുള്ള ആ ഇന്നിങ്സിൽ 12 ബോൾ 50 അടിച്ചു. അതിന് തൊട്ട് താഴെ ഫാസ്റ്റസ്റ്റ് സെക്കൻഡ് 50 ഇപ്പോൾ അഭിഷേക് വന്നിട്ടുള്ളത് 14 ബോളിൽ. അപ്പോൾ യുവരാജിന്റെ പെർഫോമൻസിന് ചോദിക്കുമ്പോൾ യുവബാജിയുടെ റെക്കോർഡ് ഒരിക്കലും തൊടാൻ പറ്റില്ല, അതൊരു വല്ലാത്തൊരു മൈൽ സ്റ്റോൺ ആണെന്നുള്ള രീതിയിലാണ് അഭിഷേക് പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ തെറ്റും എന്നുള്ളതാണ് നിലവിലെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ റെക്കോർഡുകളൊക്കെ മാറട്ടെ. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ പറഞ്ഞത് ആദ്യം 22 ബോളിൽ അഭിഷേക് 50 അടിക്കുന്നു, അതിനുശേഷം 21 ബോളിൽ ഈശൻ കിഷൻ മറികടക്കുന്നത്. അതായത് ന്യൂസിലാൻഡിനെതിരെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് അർദ്ധ സെഞ്ചുറിയാണ് ഇവർ രണ്ടുപേരും. തൊട്ടടുത്ത് സൂര്യയും എത്തി 23 പന്തില്. അതും കഴിഞ്ഞാണ് ഇന്ന് 14 ബോളിൽ. അതായത് ഇവര് പ്രകടനം നന്നായി മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഹൈ റിസ്ക് ക്രിക്കറ്റ് ആണ് ഇന്ത്യ കളിക്കുന്നത്. ഹൈ റിസ്ക് ക്രിക്കറ്റ് അല്ല, ഇന്ത്യ ഡേഞ്ചറസ് ക്രിക്കറ്റാണ് കളിക്കുന്നത്. എതിരാളികളെ അപായത്തിലകത്താണ്. T20 ഇന്ത്യക്ക് എതിരാളികൾ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഇന്ത്യയെ തോൽപ്പിക്കാൻ മാത്രമുള്ള ശക്തി ലോകത്തിലുണ്ടോ എന്നുള്ളത് പോലും ഇപ്പോൾ സംശയം. കാരണം അത്രയും ആധികാരികമായിട്ടാണ് ഇന്ത്യ കളിക്കുന്നത്. ഇത്രയും പേരുണ്ടായിട്ടും പ്രതിഭകൾ ഇനിയും ഒരുപാടുണ്ട് എന്നുള്ളതാണ്.